മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്ന വില്ല. മഞ്ചേരി നഗരസഭയുടെ ഭിന്നശേഷി പ്രവർത്തനങ്ങളുടെ ഭാഗമായി മംഗലശ്ശേരിയിൽ സജ്ജമാക്കിയ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ നാടിന് സമർപ്പിച്ചു. കെട്ടിടോദ്ഘാടനം ഇ.ടി. മുഹമ്മദ് ബഷീർ MP നിർവഹിച്ചു. കുട്ടികൾക്ക് കുറച്ച് ഇഷ്ടമാവുകയും കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് കുറച്ച് എളുപ്പമാകുകയും നമുക്ക് നമ്മുടെ പരലോകത്തിലേക്ക് തന്നെയും ഒരു വലിയ സമ്പാദ്യമായി തീരുകയും ചെയ്യുന്ന ഒരു ദൗത്യമാണ്. ഇത് സർവശക്തൻ വിജയിപ്പിച്ചു തരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. മംഗലശ്ശേരിയിൽ ഒരുക്കിയ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ 18 വയസ്സ് കഴിഞ്ഞ ഭിന്നശേഷിക്കാർക്ക് തൊഴിൽ പരിശീലനത്തിനും ഫിസിയോതെറാപ്പിക്കും സൗകര്യമൊരുക്കിയിട്ടുണ്ട്. 30 ലക്ഷം രൂപ ചിലവിട്ടാണ് ഇരുനില കെട്ടിടം നിർമ്മിച്ചത്. കെട്ടിടം പണി നേരത്തെ പൂർത്തിയാക്കിയെങ്കിലും വൈദ്യുതി ലഭിക്കുന്നതിലെ കാലതാമസമാണ് ഉദ്ഘാടനം വൈകാൻ കാരണമായത്. ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലേക്ക് ഇതിനകം 51 പേർ പ്രവേശനം നേടി. ജീവനക്കാരെയും നിയമിച്ചിട്ടുണ്ട്. കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് തൊഴിൽ പരിശീലനവും നൽകും. മദ്രാസ് അസംബ്ലിയിൽ അംഗമായിരുന്ന അന്തരിച്ച മുസ്ലിം ലീഗ് നേതാവ് MP ഹസൻകുട്ടി കുരിക്കളുടെ മകൾ പരേതയായ ഫാത്തിമ സുഹ്റ കുരിക്കളുടെ കുടുംബമാണ് കെട്ടിടം നിർമ്മിക്കുന്നതിനാവശ്യമായ 17 സെന്റ് സ്ഥലം സൗജന്യമായി നൽകിയത്. കുടുംബത്തിനുള്ള ഉപഹാരം MP കൈമാറി. കരാറുകാരൻ M ശശികുമാരനുള്ള ഉപഹാരവും കൈമാറി. അഡ്വക്കേറ്റ് UA ലത്തീഫ് MLA അധ്യക്ഷത വഹിച്ചു. ചെയർപേഴ്സൺ VM സുബൈദ, നഗരസഭാ വൈസ് ചെയർമാൻ VP ഫിറോസ്, സ്ഥിരം സമിതി അധ്യക്ഷരായ NMLC യാഷിഖ് മേച്ചേരി, റഹീം പുതുക്കൊള്ളി, C സക്കീന, NK ഗൈറുന്നീസ, വാർഡ് കൗൺസിലർ വല്ലാഞ്ചിറ ഫാത്തിമ, മുൻ നഗരസഭാ ചെയർമാൻ വല്ലാഞ്ചിറ മുഹമ്മദ് അലി, നഗരസഭാ സെക്രട്ടറി H സിമി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി.